ഷോർട്ടായിട്ട് ഇട്ടിരുന്ന 2 നെക്കിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഫ്രണ്ടിൽ ഫ്രില്ല് വെച്ചിട്ടുള്ളതാണ് ഒരെണ്ണം വേനൽക്കാലത്ത് അനുയോജ്യമായിട്ടുള്ള ഫ്രണ്ടിൽ ഒരു ചെറിയ എയർ ഹോളൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു മിനിയേച്ചർ രൂപത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അളവുകളൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പാർട്ട് കൈക്കുഴി നെക്കൊക്കെ വെട്ടി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ചെറിയൊരു പീസ് വേണം. ഒരു 2-3 ഇഞ്ച് വീതി നീളമുള്ള ഒരു പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലും വലുതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ എടുക്കുന്ന ഹോളിനേക്കാളും വലുതായിരിക്കണമെന്ന് മാത്രം. പിന്നെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് നെക്കടിക്കാൻ വേണ്ടിയിട്ട്. ഈ ചെറിയ പീസ് തുണി ഇതേപോലെ 2ആക്കി മടക്കിയിട്ട് നമ്മളതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഒരു ഷേപ്പാണ് ചെയ്യാൻ പോണത്. അത് ഇനി 1 ഇഞ്ചാണുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് ഒരു സൈഡിലാണ് അടയാളപ്പെടുത്തിയത്. 1.5 ഇഞ്ച് അതിൻ്റെ നീളം അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതേപോലെ ഒരു സൈഡിൽ ഞാൻ വി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ 1/2 ഇഞ്ചും 1.5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് ഫുള്ളൊരു വി ആയിട്ട് അടയാളപ്പെടുത്തിയെടുക്കുക. മെയിൻ നെക്ക് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. 1.5 ഇഞ്ചിൻ്റെ ഒരു ഓപ്പണിംഗ് കൂടി ഉണ്ടല്ലോ, അപ്പം അതും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ഇറങ്ങിപ്പോവും. അപ്പം മെയിൻ നെക്ക് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കുറച്ചെടുക്കണം. ഈ വി ഷേപ്പിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പരത്തിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് വി ഷേപ്പ് കൊടുക്കാം. ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാതെ ഇതേപോലെ ഒരു പെൻസിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. കാരണം ആ വി ഷേപ്പിൻ്റെ കറക്റ്റ് ഷാർപ്പ്നെസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചോക്ക് പറ്റില്ല, നമ്മളുടെ ഈ ഒരു പെൻസിൽ തന്നെ പറ്റുള്ളൂ. അതിനുശേഷം മെയിൻ ക്ലോത്ത് ഇതേപോലെ എടുത്തിട്ട് ഫ്രണ്ട് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടും. ഇനി ആ വി ഷേപ്പിൻ്റെ സെൻറ്ററും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററും കൂടി ഇതേപോലെ വെച്ചിട്ടൊന്ന് മുട്ട് സൂചി കുത്തി കൊടുക്കുക. ഇത്തിരി കെയർഫുള്ളായിട്ടൊക്കെ ചെയ്തോട്ടെ. ആ വി ഷേപ്പ് നല്ല ഭംഗിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മുട്ട് സൂചിയൊക്കെ കുത്തി വെച്ചിട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ മുകളിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. ഡബിൾ അടി പഠിച്ചു കൊടുക്കണം കേട്ടോ. വി ഷേപ്പിൻ്റെ ആ കോർണർ വരുമ്പോൾ കറക്റ്റ് ഇതേപോലെ പ്രസ്സർ ഒന്ന് പൊക്കിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഒരു 1/4 ഇഞ്ചിനേക്കാളും കുറവ് ഒരു സീം അലവൻസ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ആ കറക്റ്റ് ആ കോർണറിൻ്റെ അവിടെ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് മറിച്ചിടുമ്പോൾ നല്ല ഒരു എഡ്ജ് കിട്ടുകയുള്ളൂ, നല്ല ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജ് കിട്ടുകയുള്ളൂ. ഇനി ഒന്ന് അയൺ ചെയ്തും കൂടി എടുത്തോളണം കേട്ടോ. ആ വി ഷേപ്പ് ഒന്ന് അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിലെ ക്ലോത്ത് ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് 4 വശമല്ല 3 വശം ഉണ്ടാവും. 3 വശം ഒന്ന് മടക്കി അടിക്കണം. ഇനി ആ വി ഷേപ്പിൻ്റെ കുറച്ച് ഭാഗത്ത് കുറച്ച് തുണി ഉണ്ടാവുമല്ലോ, അവിടെ ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് അടിച്ചു കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ ആ ബാക്കിലുള്ള ക്ലോത്ത് ഇനി എന്തൊക്കെ ചെയ്താലും അലങ്ങൂല. ഇനി പുറകുവശമൊക്കെ ഞാൻ ഇതേപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്തിൽ ഇതേപോലെ ക്രോസ് പീസ് വെച്ച് അടിക്കണം. ക്രോസ് പീസ് വെച്ച് അങ്ങോട്ട് മടക്കി അടിക്കുകയല്ല ചെയ്യണത്. സാധാരണ നമ്മൾ വെച്ചിട്ട് ഒരടിപ്പടിക്കും അത് കഴിഞ്ഞ് മടക്കി അപ്പുറത്തേക്ക് അടിക്കും. അങ്ങനെയല്ല നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ക്രോസ് പീസ് ആദ്യമേ തന്നെ നമുക്ക് കഴുത്തിൽ അടിക്കാവുന്ന രൂപത്തിൽ ഇതേപോലെ 2ആക്കി മടക്കിയതിന് ശേഷം ഒരു മടക്കും കൂടി മടക്കിയിട്ട് ഇതേപോലെ കഴുത്തിൻ്റെ ആകൃതിയാക്കി എടുക്കുക. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് അയൺ ചെയ്തും കൂടി എടുക്കുക. 1.25 ഇഞ്ചിൻ്റെ ക്രോസ് പീസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയെടുക്കാനായിട്ട് മുട്ട് സൂചിയൊക്കെ ഉപയോഗിച്ച ഒരു സൂത്രമൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിലൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ട്രിക്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇനി ആ ക്രോസ് പീസിൻ്റെ ഇടയിലേക്ക് ഇതേപോലെ നെക്കിൻ്റെ തുണി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പിന്നൊക്കെ കുത്തി കൊടുക്കാം. നമ്മുടെ എയർ ഹോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് നല്ല വൃത്തിയായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ തുണി ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം കേട്ടോ. എല്ലാം അടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ അടിയിലുള്ള നെക്ക് വായം പൊളിച്ചിരിപ്പുണ്ടാവും, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുട്ട് സൂചി ഇതിനെ കുത്തി വെച്ച് കൊടുക്കാൻ പറഞ്ഞത്. എന്നാലും ഒന്ന് ഇടക്കൊക്കെ ഒന്ന് ഉൾവശമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് എപ്പോഴും ചെയ്യാറുണ്ട് ഈ വീഡിയോസൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സ്ലോ ആയിട്ടും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടും ഒക്കെ പറയുന്നത് കേട്ടോ. എയർ ഹോളിൻ്റെ ആ ഭാഗം വരുമ്പോൾ ക്രോസ് പീസിൽ 2 ഭാഗത്തും സ്റ്റിച്ച് വീണിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ ഇപ്പുറത്തെ സൈഡിലേക്കും കൂടി ഇങ്ങോട്ട് വളച്ചടിച്ചെടുക്കാനായിട്ട്. സംഭവം വളരെ സിമ്പിളൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി തന്നെ ചെയ്യുക. അപ്പോഴേ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലേ നമ്മൾ. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ എയർ ഹോളുള്ള വി ഷേപ്പുള്ള എയർ ഹോളുള്ള നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എയർ ഹോളിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതേപോലെ സെയിം മെത്തേഡിൽ ഒന്നിൽ കൂടുതൽ എയർ ഹോളുകളും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഒരു എയർ ഹോളാണ് കുറച്ചും കൂടി കാണാനൊരു ഭംഗിയല്ലേ, അല്ലാതെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല. ഇനി അതിനെപ്പറ്റി ആരോടും പറയണ്ട. എന്തായാലും ഒരു എയർ ഹോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് വെച്ചത് എനിക്ക് മാത്രം അറിയാം. അങ്ങനെ നമ്മുടെ മോഡലിൻ്റെ മേത്ത് ഇത് വെച്ച് നോക്കിയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ടിൽ ഫ്രില്ലുള്ള ടൈപ്പ് വീനക്കാണ്. ആദ്യമേ തന്നെ ബാക്ക് വശം നല്ല കറക്റ്റായിട്ടുള്ള അളവിൽ ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഈ കാണുന്ന ക്ലോത്താണ് നമുക്ക് ഫ്രണ്ട് വശത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ 5 ഇഞ്ചോ 3 ഇഞ്ചോ നമ്മൾക്ക് ഇതേപോലെ വിട്ടു കൊടുക്കണം. വലിയൊരു തുണിയാവുമ്പോൾ, അതായത് വലിയൊരു ചുരിദാറിനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ച് വരെ വിട്ടു കൊടുക്കാം. ഞാനിവിടെ ഒരു മിനിയേച്ചർ രൂപമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ 3 ഇഞ്ച് വിട്ടു കൊടുക്കുന്നത്. 5 ഇഞ്ച് ഇതേപോലെ മുകളിൽ നിന്നും താഴേക്കും അടയാളപ്പെടുത്തി കൊടുക്കുക. ഫുൾ ലെങ്ത്തിൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണോണ്ട് ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്.
ആ 2 പോയിൻറ്റും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ആ 5 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്ക്, ഞാനിവിടെ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്, ആ 5 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾക്ക് ഇതേപോലെ ബാക്ക് വശം നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈക്കുഴി, ഫ്രണ്ടിലുള്ള നെക്കിൻ്റെ ഭാഗം അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഫ്രണ്ടിലെ നെക്ക് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വേണം ഫ്രണ്ടിലെ മീനൊക്കെ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡിൽ 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചേക്കണം 3 ഇഞ്ചിലേക്കും കൂടി നേരെ വരയ്ക്കേണ്ടതാണ്. ഞാനിവിടെ വരച്ചില്ല. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഞാൻ ആ വി ഷേപ്പ് കട്ട് ചെയ്തെടുത്തതെന്ന്. ഇനി നമുക്ക് ബാക്കിയുള്ള ആം ഹോളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഫ്രണ്ട് പീസ് ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. നിവർത്തിയിട്ട് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എത്രയും വലിയൊരു കഴുത്താണ് ഇവിടെ വന്നേക്കണമെന്ന്. ഇനി ഈ കഴുത്തിൻ്റെ ഈ ഭാഗം നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊരു 1 ഇഞ്ചാക്കി മാറ്റണം. നമ്മൾ 1/2 ഇഞ്ചാണല്ലോ വൺ സൈഡ് വീട് കട്ട് ചെയ്തത്, അപ്പോൾ അത് ഫ്രണ്ടിൽ 1 ഇഞ്ചാണ് ആക്കി മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. എത്രയും ചെറുതാക്കി മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ രീതിയിൽ മടക്കിയിട്ട് നമ്മൾക്കതൊരു മുട്ട് സൂചി വെച്ച് കുത്തി കൊടുക്കുക. 1 ഇഞ്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ വിട്ട് കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 ഇഞ്ച് വൺ സൈഡ് വീട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. അപ്പോൾ വൺ സൈഡ് അരയുമ്പോൾ 2 സൈഡും കൂടി 1 ഇഞ്ച് കേട്ടോ. എല്ലാ ഫ്രില്ലും വളരെ ചെറിയ രീതിയിൽ ഇതേ നമ്മൾ മടക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ കൈ കൊണ്ടൊന്ന് നല്ല രീതിയിലൊന്ന് അടി വരെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി ഒന്ന് നല്ല രീതിയിൽ തേച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു സ്ക്വയർ പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മടക്കി അടിക്കണം. ഫ്രണ്ടിൽ ഇതേ 1 ഇഞ്ച് തന്നെയാണെന്ന് ഞാൻ ഒന്നും കൂടി ഒന്ന് അളന്ന് നോക്കിയതാണ്. ഇനി ഈ വി ഷേപ്പ് ഇതേപോലെ തന്നെ ആ പീസ് വെച്ചിട്ടൊന്ന് അടിച്ച് മറിച്ചെടുക്കണം കേട്ടോ. ഫ്രില്ലിൻ്റെ അവിടെ നിന്ന് മുട്ട് സൂചി ഊരാതെ തന്നെയാണ് ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. ഊരിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും, അത്രയും ചെറിയ ഫ്രില്ലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഊരാതെ തന്നെ നമ്മൾക്ക് ഇതേപോലെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. വീനക്ക് നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിൽ വരുന്ന തുണി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് മുട്ട് സൂചി ഊരാൻ മറന്നുപോയിട്ടാണ്, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഓർത്തത്. അപ്പോൾ മുട്ട് സൂചിയൊക്കെ ഊരിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ കത്രികൾക്ക് പണിയിട്ട്. ബാലൻസ് വരുന്ന തുണി ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ആ എഡ്ജ് 2 ഭാഗത്തും ഒന്ന് ഡയഗണലായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഒന്ന് ചരിച്ച് കട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ടൊന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വി ഷേപ്പ് ഇതേപോലെ ഒന്ന് അടിച്ചു മറിച്ചെടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തോട്ടെ, എന്നാൽ ഇതേപോലെ മറിച്ചിടുമ്പോൾ കാണാൻ നല്ല വൃത്തി ഉണ്ടാവുള്ളൂ. ഇനി ഇതേപോലെ 3 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുക്കുക. അപ്പോൾ അത് മടക്കി വരുമ്പോൾ 1.5 ഇഞ്ച് ഉണ്ടാവും. അതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ നീളത്തിൻ്റെ 2 മടങ്ങാണ്. 2 പീസായിട്ട് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. 2 സൈഡിലും വെക്കണമല്ലോ. അതൊന്ന് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് തേക്കണ്ട, നേരെ തന്നെ തേച്ചിട്ടെടുക്കാം. ഇനി നമ്മുടെ വീനക്കിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ടാണോ നമ്മൾ വെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്കൊന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തണം. ഈ പീസ് നമുക്ക് ഓവർലാപ്പ് ചെയ്തും വെക്കാം, വെറുതെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വി എന്ന രൂപത്തിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ പീസുകൾ ഇതേപോലെ ആ സെൻറ്ററിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഞാൻ ഇതേപോലെ മുട്ട് സൂചി കുത്തി കൊടുക്കുന്നുണ്ട്. അടുത്ത പീസും ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഓവർലാപ്പ് ചെയ്യുന്നില്ല, ഒരു വി എന്ന രൂപത്തിൽ മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി ആ ഫ്രില്ല് വരുന്ന വശത്തും ഒന്ന് മുട്ട് സൂചി കുത്തി കൊടുത്തോളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടിക്കാനും വളരെ എളുപ്പമായിരിക്കും. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയും ഉണ്ടാവും കേട്ടോ. ഇനി ആ വി ഷേപ്പിൻ്റെ അരികെ കൂടി ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ പുറത്തേക്കൊക്കെ തള്ളി നിൽപ്പുണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ആ ചെറിയ ഫ്രില്ലാണ് ഇതിൻ്റെ ശരിക്കും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ഫ്രില്ല് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് ഫിൽ വിത്ത് വീനക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്ക് വശത്ത് ഇതേപോലെ കുറച്ച് തുണികളുണ്ടാവും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തതിന് ശേഷം അരിക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പം എന്തായാലും പെരുന്നാളും കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലത്തെ കഴുത്തുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുകയോ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി. ഈ 2 നെക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.